നമസ്കാരം. സഖാവ് എ വിജയരാഘവന്റെ തിരുമൊഴി എല്ലാവരും കേട്ട് ബോധ്യപ്പെട്ടതായിരിക്കും. വയനാട്ടിൽ ആദ്യം രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണ കൊണ്ടാണ് എന്നാണ്. അതായത് വോട്ട് കൊണ്ടാണെന്ന്. മുമ്പിലും പുറകിലും മുസ്ലിം വർഗീയത ആയിരുന്നുവെന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി അംഗമോ ബ്രാഞ്ച് അംഗമോ ഒന്നുമായിരുന്നില്ല എന്നതും നമ്മൾ ഓർക്കണം. കുറച്ചു കാലം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നയാളാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സർവോപരി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള നേതാവാണ്, വ്യക്തിയാണ്. വിജയരാഘവനെ ആർക്കെങ്കിലും വിലയുണ്ടോ എന്നതല്ല, മറിച്ച് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിന് വിലയുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ഥാനം വഹിച്ച മറ്റ് പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ നേതാക്കളുണ്ട്. അവർക്കൊക്കെ ഒരു അപമാനമാണ് വിജയരാഘവൻ. എന്തായാലും ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് സഖാവ് ഈ പ്രസംഗം നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്ററി തിരഞ്ഞെടുപ്പ് വരെ മേൽപ്പറഞ്ഞ കൂട്ടരെയൊക്കെ, അതായത് ഈ മുസ്ലിം വർഗീയവാദികളെയൊക്കെ പ്രീണിപ്പിച്ച് നടന്നിരുന്നവരാണ് CPM. അതുകൊണ്ടാണല്ലോ എളമരം കരീം കരീമിക്ക ആയത്. ആ പേരിൽ പോസ്റ്റർ അടിച്ചതും സഖാവ് എളമരം കരീമിന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന പോസ്റ്റർ ആയിരുന്നു വേണ്ടിയത്. പക്ഷെ അതിനു പകരം അദ്ദേഹം കരീമിക്കയായി മാറിയത്. എന്നിട്ട് വല്ല ഫലമുണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. വലിയ വ്യത്യാസത്തിലാണ് കോഴിക്കോട് നിന്ന് അദ്ദേഹം പരാജയപ്പെട്ടത്. സാധാരണക്കാരായിട്ടുള്ള മുസ്ലിമുകൾ പോലും ഇക്ക എന്ന് കേട്ടിട്ടൊന്നും യാതൊരു വികാര ഭാവ വ്യത്യാസങ്ങളുമില്ലാതെ MK രാഘവന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. ഇതുതന്നെയാണ് പൊന്നാനിയിലും പയറ്റി നോക്കിയത്. തലേ ദിവസം വരെ ലീഗുകാരനായിരുന്ന K ഹംസയെ മത്സരിപ്പിച്ചതും ആലപ്പുഴയിൽ ആരിഫിനെ മത്സരിപ്പിച്ചതും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ വോട്ട് BJP വോട്ടാണെന്ന് വരെ പറഞ്ഞു നോക്കി. അവിടുത്തെ മുസ്ലിം വോട്ടർമാരെ അവസാനം ചെയ്തത് എന്താണ്? KC വേണുഗോപാലിന് വോട്ട് ചെയ്തു. ഹിന്ദുക്കൾ ശോഭാ സുരേന്ദ്രനും വോട്ട് നൽകി. അങ്ങനെ ഒരു ഹിന്ദുത്വ ശക്തികളുടെ ഏകീകരണം സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി CPM ഹമാസിന് കൊടുത്തിരുന്ന പിന്തുണയടക്കം പിൻവലിച്ചു. പലസ്തീൻ മുദ്രാവാക്യം വിട്ടു. അതിനുശേഷം ഒരൊറ്റ CPM കാരനും ദേശാഭിമാനി പത്രം ഒരുപക്ഷെ ഹമാസിന് വേണ്ടി നിലവിളിച്ചു കണ്ടിട്ടില്ല. ഇനി അവർക്കായി നിലവിളിക്കാനും പോകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് കക്ഷത്തിലിരുന്നത് പോവുകയും ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന അവസ്ഥ. ഇനിയിപ്പോൾ കളിയൊന്ന് മാറ്റിപ്പിടിക്കാനുള്ള തീരുമാനമാണ്. നിലവിൽ ഹിന്ദുത്വവാദികൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദത്തിന് എതിരായിട്ടുള്ള ഒരു വികാരം സംസ്ഥാനത്തുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിലുള്ളതിനേക്കാളും അത് ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. അതിലേക്കാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഇത് പർച്ചേസ് ചെയ്യാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ MEC7 എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചതും. അതിലുള്ളത് മുസ്ലിം അംഗങ്ങളാണല്ലോ. അതിന്റെ താക്കോൽ സ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടുകാരും അതിന്റെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ടെന്നാണ് P മോഹനൻ പറഞ്ഞത്. എന്തായാലും P മോഹനന്റെ ഈ അഭിപ്രായം വടക്കേ ഇന്ത്യയിൽ വരെ പ്രതിധ്വനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുതന്നെയാണ് വിജയരാഘവന്റെ കാര്യത്തിലും നടന്നത്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പരാജയത്തെ പ്രശ്നവൽക്കരിക്കാനും അല്ലെങ്കിൽ ഇത് മുസ്ലിം തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ വർഗീയതയുടെ വിജയമാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമം 2019 മുതലേ BJP പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആദ്യം തിരഞ്ഞെടുപ്പിന് വന്നപ്പോൾ പച്ചക്കൊടികളുമായി ലീഗുകാർ സ്വീകരിക്കാൻ ചെന്നതും വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാന്റെ കൊടികളുമായി സ്വീകരിച്ചു എന്ന വാർത്തകൾ വന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതോടെയാണ് അത് പാകിസ്ഥാന്റെ അല്ല ലീഗിന്റെ കൊടിയാണെന്ന് കോൺഗ്രസിന് പറയേണ്ടി വന്നത്. അതോടുകൂടി കൂടുതൽ പ്രശ്നമായി പോയി. വടക്കേ ഇന്ത്യക്കാർക്ക് ആകെ അറിയാവുന്നത് ജിന്നയുടെ ലീഗിനെ കുറിച്ചാണ്. ഇവിടെയുള്ള കുഞ്ഞാനിക്കുട്ടിയുടെ ലീഗിനെ കുറിച്ച് അവർക്ക് അറിയില്ല. എന്തായാലും അതുവരെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അങ്ങനെ അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റു. വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയെ കൂടുതൽ ഗുരുതരമാക്കിയത് സത്യത്തിൽ ഈ പ്രചാരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ CPM നടത്തുന്ന പ്രചാരണം അവിടെ BJP ഏറ്റെടുത്തു എന്ന് മാത്രം. പ്രിയങ്ക ഗാന്ധിയുടെ മുൻപിലും പുറകിലും മുസ്ലിം വർഗീയവാദികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിജയരാഘവന് പ്രസംഗിച്ച് കയ്യോടെയൊക്കെ വാങ്ങി പോകാൻ പറ്റും. പക്ഷേ ആ പ്രശ്നം ഗുരുതരമാകും. ദേശീയ ചാനലുകളൊക്കെ ഏറ്റെടുത്ത വലിയ വാർത്തയായി അത്. പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് മുസ്ലിം മതമൗലികവാദികൾ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികൾ, തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് CPM കൂടി ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. കാരണം ആ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ദേശീയ തലത്തിൽ അവർ ഭായി ആണ്. ഈ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് വിജയരാഘവൻ സഖാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ വികാരം അത് പരമാവധി ചൂഷണം ചെയ്യണം. 1987-ൽ LDF ജയിച്ച പോലെ സാഹചര്യം ഉണ്ടാക്കുക, അത് പല സാഹചര്യങ്ങളും
ഉണ്ടായിട്ടുണ്ട്. 1996, 2006, 2016, 2022 ഇത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 2026 കൂടി ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് വിജയരാഘവൻ സഖാവ് വിചാരിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബിന്ദു ടീച്ചർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വകുപ്പുകളൊക്കെ കിട്ടി ഒരുപക്ഷെ ധനമന്ത്രി ഉൾപ്പെടെയാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുമെന്നായിരിക്കും സഖാവ് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് മോഹനൻ, വിജയരാഘവൻ എന്നിവരൊക്കെ പറയുകയാണ്. ഇതിനെ പാർട്ടി തള്ളിപ്പറയുകയോ തിരുത്തുകയോ ചെയ്യുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കണം. അങ്ങനെ ഒരു വികാരം ശക്തിപ്പെടട്ടെ എന്ന തോന്നൽ ഉണ്ടാക്കുകയാണ് അവിടെ. ഇതാണ് ഇതിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു വശം അത് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്നതാണ്. ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും നിഷ്പക്ഷ ബുദ്ധിജീവികളും ഒക്കെ വിജയരാഘവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വർഗീയ രാഘവൻ എന്നുവരെ വിളിച്ചു. അദ്ദേഹത്തിന്റെ പേര് അതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ഓരോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും വെൽഫെയർ പാർട്ടിയും SDP ഒക്കെ ആർക്കാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നന്ദി.